ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് ഡ്രൈവിംഗിൽ മിസ്റ്റേക്കുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ദീർഘകാലമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർ സ്വയമായിട്ട് വാഹനം എല്ലാ സ്ഥലങ്ങളിലും ഓടിച്ചുപോയി ഞാൻ നല്ലൊരു ഡ്രൈവർ ആണെന്ന് സ്വയമായിട്ട് ചിന്തിക്കുന്ന പല ഡ്രൈവേഴ്സും ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു അബദ്ധം ഡ്രൈവിംഗിൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് പോലും പലപ്പോഴും തിരിച്ചറിയാതെ വരാറുണ്ട്. ഈ മിസ്റ്റേക്ക് മുഖാന്തരം നിങ്ങളുടെ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷന്, വാഹനത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഡ്രൈവിംഗിൽ നമ്മളൊന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ മിസ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും വീഡിയോ ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഇനി എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് പറയാം. അതായത് നമ്മളൊരു വാഹനം ഒരു തേർഡിലോ ഫോർത്തിലോ ഫിഫ്ത്തിലോ ഒക്കെ ഡ്രൈവ് ചെയ്തു പോകുന്നു. നമ്മുടെ വണ്ടി നമുക്ക് സൈഡിലേക്ക് ചേർത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരാറുണ്ട്. ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് വണ്ടി സൈഡ് ഒതുക്കി നമ്മൾ ഗിയറിലിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നമ്മൾ ചേർത്ത് നിർത്തുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ച് അയക്കുമ്പോൾ പല ആൾക്കാരും വാഹനം ഓടിക്കുന്നവർ ക്ലച്ച് അയക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ചെറിയൊരു ജെർക്കോട് കൂടിയായിരിക്കും ക്ലച്ച് അയച്ച് വാഹനത്തെ മുന്നോട്ട് നീക്കി സൈഡ് ഒതുക്കി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നത്. ഇത് ഡ്രൈവിങ്ങിലെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മിസ്റ്റേക്കാണ്. എന്നാൽ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്. ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നത് പോലും അറിയാറില്ല. വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ക്ലച്ച് മ്പോൾ ജെർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ പല ബോഡി പാർട്സുകളും നട്ട് ബോൾട്ടുകളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്കൊക്കെ ഒരു ഷെയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ജെർക്കില്ലാതെ വാഹനത്തെ നിർത്താനായിട്ട് കഴിയണം. ഇപ്പം ഞാൻ ജെർക്കില്ലാതെ എൻ്റെ വണ്ടി ഞാൻ നിർത്തുന്ന രണ്ട് രീതികൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി നിർത്തുന്നതാണ്. അപ്പം ഇവിടെ സ്മൂത്ത് ആയിട്ട് നിർത്തുന്ന രീതിയാണ് ആദ്യം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഞാനിവിടെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ എടുക്കുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാനിത് എൻ്റെ വണ്ടി മെല്ലെ റോഡിലേക്ക് ഞാനിവിടെ എടുത്തു. വണ്ടി എടുത്താൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റോഡ് സ്ട്രൈറ്റ് ആണ് സെക്കൻഡ് കൊടുക്കും, വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണ് നമ്മൾ തേർഡ് കൊടുക്കുന്നു, വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണ് ഫോർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ വാഹനം സൈഡ് ഒതുക്കി നിർത്തണം. ഞാൻ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, ക്ലച്ച് പിടിച്ച് ഞാൻ തേർഡിലേക്ക് ഇട്ടു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. അവിടെയാണ് വണ്ടി സൈഡ് ഒതുക്കി നിർത്തേണ്ടത്. വീണ്ടും ബ്രേക്കേ വന്ന് ക്ലച്ച് പിടിച്ച് ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് എൻ്റെ വണ്ടി ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്ന് ഞാനിത് ഇവിടെ സൈഡിലേക്ക് വരുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒന്നും കൂടെ ചേർത്ത് നിർത്താണ്. നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി ചേർത്ത് നിർത്തി. ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് അനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് സാവധാനം ഒരു സൈഡിലേക്ക് ഫസ്റ്റ് ഗിയറിൽ വന്ന് നിർത്തുന്ന ഒരു മെത്തേഡാണ്. ഇനി ഈ ഒരു മെത്തേഡിൽ മാത്രമാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നത് അല്ല. ഇനി വരുന്ന മറ്റൊരു മെത്തേഡുണ്ട്. അതായത് ഇപ്പം നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ്. ഇവിടെ വണ്ടി എടുത്തു, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഞാനിത് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. തേർഡ് ഗിയറിൽ ഇങ്ങനെ ഒരു ചെറിയ കയറ്റം കയറി വരികയാണ്. ഒരു ജംഗ്ഷൻ വന്നു, ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്രേക്കിലും വന്നില്ല, ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത് എൻ്റെ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ്? തേർഡ് ഗിയറിൽ വന്നതിന് ശേഷം ഫസ്റ്റിലേക്ക് വന്നു. എന്നാൽ വാഹനം ഓടിക്കുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ വണ്ടിക്കുള്ളിൽ ചെറിയതും വലിയതുമായിട്ടുള്ള ജെർക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനാണ് ഇത് കൂടുതൽ സംഭവിക്കാറുള്ളത്. എന്നാൽ ഇത് നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഇത് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുന്ന സമയത്ത്, ഉദാഹരണം ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും പിന്നെ ഫസ്റ്റിലേക്കും വന്ന് വണ്ടി ഒതുക്കി നിർത്തുന്ന സമയത്ത് ബ്രേക്കിൻ്റെ സഹായം തേടാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഗിയറിൽ ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് തേർഡിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വരും. നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം, ഗിയർ ഡൗൺ ചെയ്യണം. അപ്പോൾ ആദ്യം ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ തേർഡ് ഗിയറിലേക്ക് പെട്ടെന്ന് വന്ന് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെർക്ക് വരത്തില്ല. കാരണം ഓൾറെഡി ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ടാണ് തേർഡിലേക്ക് വരുന്നത്. എന്നിട്ട് ക്ലച്ച് അയച്ചാൽ ജെർക്ക് വരത്തില്ല. വീണ്ടും നമ്മൾ സെക്കൻഡിലേക്ക് വരുന്ന സമയത്തും
നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ഗിയറിൽ പോകുന്ന വേഗതയെ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുക്കാതെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നയിച്ചാൽ ജെർക്ക് വരും. അപ്പം ആ ജെർക്ക് ഒഴിവാക്കാനായിട്ട് ബ്രേക്കേ വന്ന് തേർഡ് ഗിയറിൽ ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗതയെ കുറയ്ക്കുക. വണ്ടിയുടെ വേഗത ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങി ആവറേജ് സെക്കൻഡ് കൊടുക്കാവുന്ന ഒരു പരിധിയിലേക്ക് വേഗത വന്നാൽ ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് നയിച്ചാലും ജെർക്ക് വരത്തില്ല. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഗിയറിൽ വരുമ്പോഴും വീണ്ടും ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത നല്ല രീതിയിൽ സ്ലോ ചെയ്ത് കൊടുക്കണം. അതായത് റണ്ണിങ് ആവറേജ് നല്ല രീതിയിൽ നിന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫുൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ജെർക്ക് വരാതിരിക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ ജെർക്ക് വരാതിരിക്കാനായിട്ട് ക്ലച്ച് ചെയ്യുന്ന സാവധാനം കാലയക്കുകയും സാവധാനം ആക്സിലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കി ഫസ്റ്റ് ഗിയറിൽ വണ്ടിയെ ജെർക്കില്ലാതെ ചേർത്ത് നിർത്താൻ കഴിയും. എന്നിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തിയാൽ മതി. ഇനി നമ്മൾ വാഹനവുമായിട്ട് ഒരു ഫോർത്തിലോ തേർഡിലോ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വരേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം ഒരു തേർഡ് ഗിയറിൽ പോകുന്നു. ഇനി നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു ജെർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുത്തു, തേർഡ് കൊടുത്തു, ഓക്കെ, ഫോർത്ത് കൊടുത്തു, ഇങ്ങനെ ഫോർത്തിൽ പോവാണ്. ഇങ്ങനെ ഫോർത്തിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കും. ഇപ്പോൾ അവിടെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തണം, സൈഡിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അങ്ങ് കൊടുക്കും. വരുന്നത് 4ാമത്തെ ഗിയറിലായിരിക്കും, ഗിയർ ഒന്നും ഡൗൺ ചെയ്യത്തില്ല, ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്യും. ഇതുപോലെ ചുമ്മാ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കും. ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ഒന്ന് ഒറ്റ അടിക്കുന്നത് ഇതുപോലെ എടുക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ജെർക്കാണ് വരുന്നത്. ഇത് ഒരുപാട് ഡ്രൈവേഴ്സ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിച്ച് ഉള്ള കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്ത പല ഡ്രൈവേഴ്സുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കരുത്. ഇത് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിനും വണ്ടിയുടെ ഗിയർ ബോക്സിനും ഒക്കെ കംപ്ലയിൻറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെയും ബ്രേക്കിൻ്റെ സഹായം തേടണം. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു, തേർഡ് കൊടുക്കുന്നു, ഇപ്പം നമ്മൾ ഫോർത്ത് കൊടുക്കുന്നു, ഇങ്ങനെ വരുവാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. നമുക്ക് ഫസ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗതയെ നമ്മൾ സ്ലോ ചെയ്തു, നല്ല രീതിയിൽ സ്ലോ ചെയ്തു, ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ വേഗതയെ നല്ല രീതിയിൽ നിർത്തി, കണ്ടോ, നിർത്തിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ. എന്നിട്ട് ക്ലച്ച് അയച്ച് ബ്രേക്ക് ഒന്ന് വരിക. അപ്പം ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റിലേക്ക് വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ സഹായം നിർബന്ധമായിട്ടും തേടുക. ബ്രേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ കുറച്ച് വരിക. കുറച്ച് വരുന്ന സമയത്ത് ഓരോ ഗിയറും ഡൗൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം ബ്രേക്കിൽ വന്ന് പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി നമുക്ക് സൈഡ് ഒതുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റ് മറ്റൊരു ഗിയറിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാഹനത്തിൻ്റെ വേഗത ചെറുതായിട്ട് ബ്രേക്കിൽ വന്നൊന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ബ്രേക്കിൽ വരിക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടിയുടെ റണ്ണിങ് നല്ല രീതിയിൽ നിന്നതിന് ശേഷമേ ഡയറക്റ്റ് മറ്റൊരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കാവുള്ളൂ. അപ്പം ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം.